ഡാഡിയുടെ മകനെ കുറിച്ച് എന്റെ മനസ്സിലുള്ള രൂപം ഇങ്ങനെയേ അല്ലായിരുന്നു. പച്ചവെള്ളമൊക്കെ കുടിച്ച പതുക്കെ ചവച്ച് ആ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതിലങ്ങ് വീണു. എനിക്ക് എയർപോർട്സിൽ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. അതെന്ത് അവിടെ ആകുമ്പോൾ കുറെ കൂടെ ഫ്രീ ആണ്, സുഖമായിട്ട് വൈകിട്ട് സൈക്കിളിലൊക്കെ കയറി സിനിമയ്ക്ക് പോകാം. എന്നിട്ട് അടവ് പറഞ്ഞത് ഞാൻ കൃഷി നോക്കാനായിട്ട് അച്ഛനെ സഹായിക്കാൻ വരുവാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് അവസാനമൊക്കെ ആയപ്പോൾ കമലഹാസൻ എനിക്കൊരു പാരയായി. ഞാൻ സോമേട്ടനുമായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ കമലഹാസൻ ഷൂട്ടിങ്ങിൽ വരുമ്പോൾ എന്നെ അവിടെ ഓടിച്ചു വിടും. ലാലുമായിട്ട് വലിയ അടുപ്പമായിരുന്നു സോമേട്ടന്. പിന്നെ മമ്മൂട്ടിയുമായിട്ട് അടുപ്പമല്ലെന്നല്ല, അടുപ്പമായിരുന്നു. ലാലുമായിട്ട് കുറച്ചുകൂടെ അടുക്കുമായിരുന്നു സോമേട്ടനായിട്ട്. ഇവിടെ വരികയും പോവുകയും. സുരേഷ് ഗോപി പിന്നെ ഇപ്പോഴും വരും. എപ്പോൾ ഇതിൽ പോയാലും കയറി പായസമൊക്കെ കുടിച്ച് കുറച്ച് വാങ്ങിച്ചോണ്ടൊക്കെ പുള്ളിക്കാരും പോകത്തുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ ഇണക്കങ്ങൾ എങ്ങനെയാ? പിണക്കമില്ല, ഞങ്ങൾ ഫ്രണ്ട്സാ. അതെന്റെ ജീവിതത്തിൽ എനിക്ക് മക്കളെക്കാട്ടിൽ എനിക്കിഷ്ടം എന്റെ മരുമക്കളെയാണ്. അമ്മയ്ക്ക് ഇങ്ങനെ പായസക്കട തുടങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനത് സോമന്റെ മിക്ക സ്വഭാവവും ഉണ്ട്. എനിക്ക് തീരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അച്ചടക്കം ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഞങ്ങൾ തമ്മിൽ 16 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നോക്കിയിട്ടില്ല അവനെ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന്. അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിച്ചു സോമേട്ടൻ ഉണ്ടാക്കുന്ന പൈസ ഞാൻ എന്തിനാ ചെലവാക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കളച്ചിട്ട്. ലേലത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നുന്നത് ഇത്രയും നല്ലൊരു ഒരു ഫെയർവെൽ വേറൊരു ആക്ടർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നടക്കുമെന്ന് തോന്നില്ല. ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു മമ്മി ആൻഡ് മീ. ഇന്ന് ഞാൻ ഒരു ലെജൻഡറി ആക്ടറിൻ്റെ വീട്ടിലാണ് ഉള്ളത്. MG സോമൻ സാറിൻ്റെ വീട്ടിലാണ്. എന്നെ ഇന്ന് മമ്മി ആൻഡ് മീയിൽ ജോയിൻ ചെയ്യുന്നത് അവർ ഫാമിലിയാണ്. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു സജി സോമൻ, ബിന്ദു മാം ആൻഡ് ഓൾസോ സുജാത മാം. മാം വെൽക്കം, നമസ്കാരം. എപ്പോഴും ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരവരുടെ അച്ഛൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പറയാം. അപ്പോൾ അങ്ങനെ MG സോമൻ സാറിന് എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് സഹിച്ചാൻ കാണുന്നത്? സോമന്റെ മിക്ക സ്വഭാവവും ഉണ്ട്. എനിക്ക് തീരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഭക്ഷണക്കാര്യം മാത്രമേ എന്റെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാം സോമേട്ടന്റെ. സോമൻ സാർ വെജിറ്റേറിയൻ ആയിരുന്നു അല്ലേ? അതെ അതെ. വെജിറ്റേറിയൻ അല്ല. വേറെ എന്തൊക്കെയാ ഇതിലേക്ക് പെട്ടെന്ന് നമ്മളിപ്പോ ചിലപ്പോ പറയല്ലോ, ചില ഒരു കാര്യം പറയുമ്പോ അല്ലെങ്കിൽ ചില ആക്ഷൻസ് അത് സാറിനെ പോലെ തന്നെയാണല്ലോ എന്ന് മാമിന് ഇങ്ങനെ ഒരു ഓർമ്മ വരത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവര് പിന്നെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സാ. അങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. സോമൻ സാറിനും അങ്ങനെയാണ്. അതെ അതെ അതെ. സോമേട്ടന്റെ കൊച്ചു പിള്ളേർ തൊട്ട് വയസ്സായവര് വരെ ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവരുടെയും ഒന്നുപോലായിരുന്നു. അത് ശരി. ഈ സൈജേന്റെ ഒരു കരിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സോമൻ സാറിന് അങ്ങനെയാണ്, അദ്ദേഹം ഏതൊക്കെയാണ് മൂവീസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അപ്പോൾ പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഓ ബേബി കണ്ടു, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഫിലിം കരിയറിലേക്ക് എന്തായിരുന്നു ഫോക്കസ് ഇരിക്കാനുള്ള ഒരു കാരണം? അല്ല, ഫിലിം ചെയ്യുന്ന എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചു പോകുന്നുള്ളൂ. അല്ല, ഞാൻ ഒരിക്കലും ബേസിക്കലി പ്ലാൻ ചെയ്ത് അപ്പൊ അങ്ങനെ ഫിലിം ചെയ്യണമെന്നില്ല. അന്ന് ഒ ബേബി ചെയ്തത് തന്നെ എത്രയോ വർഷം കഴിഞ്ഞു, 16 വർഷം കഴിഞ്ഞിട്ടാണ്. അതും ഞാൻ ആ ലൊക്കേഷനിൽ രഞ്ജി സാറിനോട് ഫസ്റ്റ് ചോദിച്ചത് എന്നെ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം. ഞാൻ ഒരിക്കലും ഒരു ന്യൂസിലെങ്കിലും വന്നിട്ടില്ല. പറഞ്ഞത് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത് പറഞ്ഞപ്പോ അത് പുള്ളി ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു, പുള്ളി പറഞ്ഞത് കണ്ടുപിടിച്ചു. ആർക്കും അറിയത്തില്ലായിരുന്നു, എവിടെ പോലും അറിയത്തില്ലായിരുന്നു. പിന്നിപ്പം ചെയ്യുന്നുണ്ട്, പടങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും ഈ ഒരു ഗ്യാപ്പിൽ എവിടെയായിരുന്നു എന്ന്. ഞാൻ കുറെ നാൾ അബുദാബി ആയിരുന്നു, പിന്നെ ലാസ്റ്റ് കുവൈറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വെക്കേഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. പിന്നെ പോകണ്ട എവിടെ തന്നെ ഇനിയിപ്പോ കുറച്ച് മലയാള സിനിമയിലായിക്കോട്ടെ കുറച്ച് കാലം അല്ലേ? ഓക്കെ, പുതിയ പ്രൊജക്ട്സുകൾ ഏതൊക്കെയാണ്? ലാസ്റ്റ് ചെയ്തത് ആരണ്യം എന്നുള്ളതാണ്, മാർച്ച് റിലീസാണ്. അത് കഴിഞ്ഞുള്ളത് ഷൈൻ്റെ കൂടെ ഒരു പടം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, കാഞ്ഞങ്ങാടായിരുന്നു. GM മനുവാണ് ഡയറക്ടർ. അടുത്ത നമ്മുടെ പ്രസാദേട്ടൻ്റെ പടം 12th സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു, കൺഫേം ആക്കിയിട്ടില്ല. 12th ഓൾമോസ്റ്റ്. മൂവീസിലേക്ക് ആക്റ്റീവായിട്ട് കാണാം എന്നാണ് ആഗ്രഹം. അമ്മയ്ക്ക് എന്താ ഇഷ്ടം? അമ്മ ഇങ്ങനെ വീട്ടിലൊക്കെ ജോബിന് പോകുന്നതാണോ അതോ പടങ്ങൾ ചെയ്യുന്നതാണോ? അമ്മയ്ക്ക് എന്തായിരിക്കും ഇഷ്ടം? എനിക്ക് സിനിമയിൽ പോകുന്ന ഇഷ്ടം. സിനിമയിൽ പോകുന്നതാണ് ഇഷ്ടം. സിനിമ ചെയ്യട്ടെ അല്ലേ? അല്ല, സിനിമ ചെയ്യട്ടെ എന്നല്ലേ? ചെയ്യട്ടെ.
ഈ സോമൻ സാറിന്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയർഫോഴ്സിലായിരുന്നു, പിന്നെ നാടകങ്ങൾ ചെയ്തു, പിന്നെ സിനിമയിലേക്ക്. അപ്പോൾ അമ്മ ഈ ഒരു കരിയർ ഗ്രാഫ് ഫുള്ള് കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഏത് ടൈമിലായിരുന്നു ഏറ്റവും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നായിരുന്നോ അതോ സിനിമയായിരുന്നോ, ഏത് ടൈം പീരീഡ് ആയിരുന്നു ഇഷ്ടം? എനിക്ക് എയർപോർട്സിൽ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. അതെന്ത് പറ്റി? അവിടെ ആകുമ്പോൾ കുറെ കൂടെ ഫ്രീ ആണ്, സുഖമായിട്ട് വൈകിട്ട് സൈക്കിളിലൊക്കെ കയറി സിനിമയ്ക്ക് പോകാം. അവിടെ ഇങ്ങനെ വൈകിട്ട് രണ്ട് കൂട്ടുകൂടി ഇങ്ങനെ അതായിരുന്നു സുഖം, സുഖം അവിടെ ആയിരുന്നു. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ പക്ഷെ അതിലും ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കല്ലേ കുറെ ആൾക്കാർ വരുന്നു, സെലിബ്രിറ്റീസ് വരുന്നു, എല്ലാവരും നമ്മുടെ പരിചയക്കാരാവുന്നു, നമ്മളെ വീട്ടിൽ വരുന്നു. അതിലൊരു സന്തോഷമില്ലേ? സോമേട്ടനെ വളരെ കുറച്ചല്ലേ വീട്ടിൽ വരത്തുള്ളൂ. അത് കാര്യമാണ്, അത് പോയിന്റാണ്. അത് ഉടനെ തന്നെ സജീവൻ അങ്ങനെ ആവോ? തിരക്കൂടി അങ്ങനല്ലേ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നത് ബിന്ദു മാം വളരെ എന്താ പറയാ എന്നോടൊന്നും ചോദിക്കുന്നില്ലേ എന്നുള്ള. അപ്പൊ എനിക്ക് ഭയങ്കര ഫാസിനേറ്റ് ചെയ്ത് വരുന്നത് വെച്ചാൽ ഇവര് രണ്ടുപേരും ഇവരുടേതായ വെയിൽ ചെറിയ കൊച്ചി രണ്ട് ഓൺടർപ്രണേഴ്സ് ആണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അല്ലേ. അമ്മയുടെ ബിസിനസിനെ കുറിച്ച് പറയും. ഫസ്റ്റ് ബിന്ദു മാമിനോട് ചോദിക്കാം. ബിന്ദു മാമിനോട് ഒന്നും ചോദിച്ചില്ല എന്നൊരു പരാതി. അപ്പൊ ബിന്ദു മാമിന്റെ ബിസിനസിനെ കുറിച്ച് ഒന്ന് പറയാം എന്റെ അടുത്ത്. പായസമാണ്. അടിപൊളി, അതിലുള്ള ഒരു സാധനമാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് വെച്ച് തന്നു. ഞാൻ പോകുന്നതിന് മുന്നേ ഓരോ ഗ്ലാസും കൂടെ ചോദിച്ച് വാങ്ങുന്നതായിരിക്കും. നല്ല കിടിലം പായസമാണ് കേട്ടോ. എന്തൊക്കെ വെറൈറ്റീസ് പായസം? മധുരം അടിപൊളി. അപ്പം ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? 20 ടൈപ്പ് പായസം ഉണ്ട്. 20 ടൈപ്പ് ഉണ്ടോ? ഒരു ദിവസം പക്ഷെ 2 പായസമേ ഉള്ളൂ. ഓരോ ദിവസം ഡിഫറെന്റ്. ഇന്ന് എന്തൊക്കെയാ വെറൈറ്റീസ്? ഇന്ന് നമുക്ക് ഒരു പായസമേ ഉള്ളൂ. സാധാരണ ഒരു ശർക്കരയുടേതും ഒരു പാലിന്റേതും വരുന്നത്. ഈ പായസം ഉണ്ടാക്കുന്നതിൽ ഒരു സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാ എങ്ങനെ ഇത്ര അളവൊന്നും അങ്ങനെ അല്ലെങ്കിൽ കൈ കണക്കാണോ? അല്ല, എല്ലാത്തിനും ഓരോ അളവില്ലേ? ഉണ്ട്. അതുപോലെയാണ്. ഏറ്റവും ഹിറ്റായ പായസം ഏതാ? അത് അടപ്രഥമൻ തന്നെ. അടപ്രഥമൻ ഇന്ന് ഞങ്ങൾക്ക് തന്ന അടപ്രഥമൻ. അതെ. അതാണ് അടിപൊളി. ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാ വന്നത്? ഐഡിയ ഞാൻ ടീച്ചറായിരുന്നു. അത് ശരി. ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യുന്നതാ ഇഷ്ടം. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരുന്നപ്പോ അമ്മയ്ക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എപ്പോഴും പറയായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ പായസക്കട തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. അപ്പോഴൊക്കെ ഞാനത് താല്പര്യം ഇല്ലാത്ത എനിക്കത് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യണം തോന്നി. അത് ഞാൻ പായസം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. കുറെ നാള് എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ കുറെ ഉണ്ടാക്കി നോക്കി. അമ്മയൊക്കെ പറയും എന്താ മീൻസ് അതിന്റെ പോരാഴികള്. അമ്മയുടെ കമ്പനിയിലെ സ്റ്റാഫ് അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഒരു വിഷുവിന് എല്ലാവരുടെയും കൂടെ സപ്പോർട്ടില് ധൈര്യം തന്ന് ഞാനങ്ങ് തുടങ്ങി. അടിപൊളി. ഈ വിഷു ആവുമ്പോ 5 വർഷമാവും. 5 വർഷമായി. ഇതില് സജീവന്റെ എന്താ സപ്പോർട്ട്? ഇതില് സജീവ് ഫുൾ സപ്പോർട്ടാണ്. കഴിച്ചു നോക്കിട്ട് അടിപൊളിയാണ്. അല്ല, കൗണ്ടറിലൊക്കെ നിൽക്കാറുണ്ട്. നമുക്ക് വലിയ പ്രത്യേകിച്ച് പറയുന്നില്ല. ക്യാഷ്ലി ആയിരിക്കാം. അടിപൊളി. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് അമ്മ എന്താണ് തുടങ്ങിയത്? അപ്പം അതായത് ഇത്രയും സിനിമകളൊക്കെ ചെയ്ത ഒരു സ്റ്റാറിന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഇൻകം വേണം എന്നുള്ളൊരു തോട്ട് എങ്ങനെയാ വന്നേ? അന്നൊക്കെ എല്ലാരും പറയുമായിരുന്നു സിനിമയിലുള്ളവര് പൈസ ഉള്ളപ്പോ ഉണ്ട്, ഇല്ലാത്തപ്പോ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നി സോമൻ ഈ രാവിലെ പോയിട്ട് രാത്രി ചിലപ്പോൾ 4 മണിക്കൊന്നൊക്കെ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത് അന്നൊക്കെ. ഞങ്ങളും കൂടെ പോകും, മിക്ക സ്ഥലത്തും ഞങ്ങൾ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചു സോമേട്ടൻ ഉണ്ടാക്കുന്ന പൈസ ഞാനെന്തിനാ ചെലവാക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കളച്ചിട്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്ക് എന്തെങ്കിലും എൻ്റെ സ്വന്തമായിട്ടൊരു വരുമാനം എനിക്ക് വേണം. ആരോടും ചോദിക്കണ്ട, എൻ്റെ ചിലവാക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അങ്ങനെ തുടങ്ങിയത് 84 തുടങ്ങിയതാ. സോമേട്ടന് സന്തോഷമായിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നു തുടങ്ങുന്നതിന്. ചിലരൊക്കെ കളിയാക്കി MG സോമന്റെ ഭാര്യ മുളകൊടി കച്ചവടം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതിനകത്ത് സങ്കടമൊന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും എല്ലാ വീടുകളിലും എപ്പോഴും ആവശ്യമുള്ള സാധനമല്ലേ. അതുകൊണ്ട് പിന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോഴും. എത്ര സ്റ്റാഫ്? 8 പേര്. 8 സ്ത്രീകളാണോ? അല്ല, 2 ആണുങ്ങളും ബാക്കി സ്ത്രീകളാണ്. അവിടെ ഒരു വുമൺ എംപവർമെന്റ് ഉണ്ട്. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നല്ലേ? ഇപ്പൊ ഈ ചോദ്യം എന്ത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യം MG സോമന്റെ വൈഫ് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞവരോട് ഇപ്പൊ ഒരു ആൻസർ ആയില്ലേ? ഇത്രയും നമ്മൾ സക്സസ്ഫുൾ ആയി റൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക്
നല്ല രീതിയിൽ പോകുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മെയിൽ സ്റ്റാഫ്, ബാക്കിയെല്ലാം പിള്ളേർ. എല്ലാവരും അടിപൊളി. രജിയുടെ ഒരു മെമ്മറീസ് അബൌട്ട് ഡാഡ്, ഇപ്പൊ ബെസ്റ്റ് മെമ്മറീസ് എന്ന് പറയുമല്ലോ, അത് അങ്ങനെ ഇപ്പൊ നമ്മൾ ഓർക്കാൻ, നമ്മൾ എപ്പോഴും ഓർക്കുന്ന, നമ്മൾ ഇപ്പൊ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് കുറച്ച് മെമ്മറീസ് വരുമല്ലോ ഡാഡിനെ കുറിച്ചുള്ള, അതെങ്ങനെ? അതിനെപ്പറ്റി ഒരു മെമ്മറി എന്നല്ല, എന്റെ നല്ല ഫ്രണ്ടായിരുന്നു. ഓക്കെ, എന്റെ ഫ്രണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടായിരുന്നു. അപ്പൊ അറിയാലോ, നമ്മളൊരു ഫ്രണ്ട്സിനാന്നെ ഒരു ഇഷ്യൂ വന്നാൽ പുള്ളി കൂടെ നിൽക്കും, നോ പറയാറില്ല. ഒട്ടും അങ്ങനെ വലിയ സ്ട്രിക്റ്റ് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് വളരെ തിരക്ക്. ഐ തിങ്ക് ഡ്യൂറിങ് ആ 1980s ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു റെക്കോർഡ് തന്നെ ഉണ്ട്, 44 മൂവീസ് അല്ലെ കണ്ടിന്യൂസ്ലി. അപ്പോൾ ഒരു 48 മൂവീസ്. അപ്പോൾ ഒരു മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഡാഡിന്റെ ഒരു പ്രസൻസ്? ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചതെന്ന്, അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഒരു മിസ്സിങ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിന്റെ റീസൺ ഞാൻ ബോർഡിങ്ങിലായിരുന്നെങ്കിലും വെക്കേഷൻ ഓൾമോസ്റ്റ് ഡാഡിലൂടെ ആയിരുന്നു. വെക്കേഷനായിരുന്നു, സമ്മർ വെക്കേഷൻ ആയിരുന്നാലും ഓണം ക്രിസ്മസ് എല്ലാം സ്കൂൾ അടയ്ക്കുന്നതിനന്ന് നമ്മൾ പാക്ക് ചെയ്യും. നമ്മൾ മിസ് ചെയ്തിരുന്നു ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടുള്ള ലൈഫ് കൊണ്ട് മിസ് ചെയ്തത്. ഫുൾ ടൈം അവിടെ തന്നെ ആയിരുന്നു. സമ്മർ ഹോളിഡേയ്സ് ഒക്കെ ഫുള്ള് മദ്രാസിലോ എറണാകുളത്തോ എവിടെ. ഈ ലൊക്കേഷൻ വിസിറ്റ്സിലൊക്കെ നമുക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടോ? ബാക്കിയുള്ള ആർട്ടിസ്റ്റ് കാണുന്നു, അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു, പിന്നെ നമ്മൾ തിരിച്ച് ബോർഡിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മളങ്ങ് തള്ളുന്നു, ഞാൻ ഇന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ഇവരുടെ കൂടെയാണ്, അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ? ഇല്ല, അന്ന് ശരിക്കും ഫോട്ടോ എടുപ്പ് കുറവ്. കാര്യം അന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. എല്ലാരെയും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും. ആ സമയത്തുള്ള ഈ ആൽബി ഉദ്ദേശപ്പടിയിലൊക്കെ ദിവസങ്ങളോളം അവിടെ താമസിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ അവര് ഷൂട്ടിന് പോകുന്നു, നമ്മൾ ആ കൂട്ടത്തിൽ അവിടെ കിടന്ന് കറങ്ങി. നമ്മളപ്പോഴും മിസ് ചെയ്യുന്നത് ഇവിടുത്തെ നമ്മുടെ വെക്കേഷനേ ഉള്ളൂ. അതെ അതെ. ഈ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലൈഫിൽ ഞാൻ ആരുടെ മോനാന്നറിയോ, ഞാൻ ഇങ്ങനെ ആക്ടർ MG സോമന്റെ മോനാ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പോലീസുകാരോട് ഒരു പറഞ്ഞിട്ടില്ല. അതെ, അതെന്താണ് എവിടെയും യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അത് ഇപ്പോഴും നമ്മൾ പറയില്ല, അതല്ലേ? ഇപ്പോഴും അതില്ല, അതിന്റെ ആവശ്യമില്ല, അതല്ലേ? ശരി. അമ്മ, ഈ മമ്മി അമ്മിയുടെ സെഗ്മെന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ അമ്മമാരോട് അവരുടെ സ്പെഷ്യലി മകനെ കുറിച്ചാണ് കൂടുതൽ ചോദിക്കുക. അപ്പം എന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ഗ്രോയിങ് അപ്പ്? വളരെ സൽസ്വഭാവിയും വളരെ അച്ചടക്കമുള്ള ഒരു മകനായിരുന്നോ, അതോ ചെവിക്ക് പിടിക്കാനും അടി കൊടുക്കാനും? അച്ചടക്കമൊന്നുമില്ല, ആദ്യമേ അച്ചടക്കം ഇല്ലാത്ത ഒരാളായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ഈ കുസൃതികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്ന് നമ്മ പറയും? നല്ല അടി കൊടുത്തിട്ടുള്ള എന്തൊക്കെ ഒരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഞങ്ങളൊക്കെ 16 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ, ഞാനും മോനും കൂടെ. ഓക്കെ. അപ്പോ എന്തോ അപ്പൊ അവൻ കുസൃതിയാണോ കാണിക്കുന്നത് എന്ന് വന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സോമേട്ടനാ മെയിൻ ആയിട്ടുള്ള ആള്. സോമേട്ടൻ വിളിച്ചവരൊന്ന് പറയും. അങ്ങനെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നോക്കിയിട്ടില്ല അവനെ, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന് അങ്ങനൊന്നും. പഠിക്കാനൊക്കെ പറയുമ്പോ പഠിക്കുമായിരുന്നു? പഠിച്ചൊക്കെ കുഴപ്പമായിരുന്നു. പിന്നെ കഷ്ടിമുട്ടി തട്ടി നമ്മളൊക്കെ പാസ്സായി. അതിൽ കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ. ഈ സോമൻ സർ ആസ് എ ഡാഡ് എങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആയിരുന്നു അതോ? അല്ല 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 അല്ല. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിന് ആരോടും അങ്ങനൊന്നും പറയുന്ന കൂട്ടത്തിലല്ല. എന്നോടും പറഞ്ഞിട്ടില്ല, അവരോടും പറഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യം കൊടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. സ്കൂളിലേക്ക് എപ്പോഴെങ്കിലും വിളിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിലോട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, വിളിപ്പിച്ചിട്ടില്ല. അല്ല, അവിടെ കുരുത്തക്കേട് SB കോളേജ് ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പൊ അവിടെ പോയപ്പോൾ ഒരു കോൺടാക്ട് ഇല്ലാത്ത ഞാൻ എങ്ങനെ കോൺടാക്ട്? ഞങ്ങൾക്കേ അറിയില്ല എന്നല്ലേ, ഇവിടുത്തെ സ്റ്റുഡന്റ് ആണെന്ന് ഞങ്ങൾക്കേ അറിയത്തില്ല. ഏത് കോളേജ്? SB കോളേജ്. SBയിലായിരുന്നു പഠിച്ച. അവിടെ എങ്ങനെയാ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, ഇടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു? പൊളിറ്റിക്സിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. 2 കോളേജിൽ ഇവിടുന്ന് പോകുമ്പോൾ മർത്താമ കോളേജ്, കോളേജ് കഴിഞ്ഞിട്ട് SB. എല്ലാ കോളേജിലും കയറി വേണം അവിടെ ലാസ്റ്റിലാണ് നമ്മൾ പഠിക്കുന്ന കോളേജില്. അടിപൊളി അടിപൊളി. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ മെമ്മറീസ്. അപ്പൊ എപ്പോഴെങ്കിലും സ്കൂൾ കോളേജിൽ വന്നിട്ടുണ്ടോ? ഡാഡി വന്നിട്ടുണ്ടോ? SB കോളേജ്. ഞാൻ ചെന്നാലും ഡാഡിക്ക് വരേണ്ടി വരുന്നത്. അതെ, ഞാൻ അവിടെ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ മൂവീസിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതിൽ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും? സിനിമയിൽ സോമേട്ടനും എനിക്കും സിനിമയിൽ അന്നത്തെ കാലത്തുള്ളവരുമായിട്ടൊക്കെ നല്ല അടുപ്പമായിരുന്നു. മധുചേട്ടനാണെങ്കിലും എപ്പോൾ പോയാലും ഇതിലേ വരും. പക്ഷെ മധുചേട്ടന് വയ്യ. അതുപോലെ ജനാർദ്ദൻ ചേട്ടന്
അവരൊക്കെ നമ്മുടെ സ്ഥിരം ആൾക്കാർ. സുരേഷ് ഗോപി പിന്നെ ഇപ്പോഴും വരും. എപ്പോൾ ഇതിൽ പോയാലും കയറി പായസമൊക്കെ കുടിച്ച് കുറച്ച് വാങ്ങിച്ചുകൊണ്ടൊക്കെ പുള്ളിക്കാരൻ പോകത്തുള്ളൂ. രഞ്ജി പണിക്കർ എല്ലാ വർഷവും വരും. എവിടെ ആണെങ്കിലും സോമേട്ടൻ്റെ ഡിസംബർ 12 ആകുമ്പോൾ പുള്ളി എവിടെ ആണെങ്കിലും വന്നിരിക്കും, വരികയും വിളിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു രഞ്ജിതരാണ് ഒരു വൺ ഓഫ് ദ ഐക്കോണിക് ഇല്ലേ. നമ്മളിപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോഴും എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ആ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് സ്പെഷ്യലി ഒന്ന് ഡയലോഗ് ഭയങ്കര അവരെ ഓരോരുത്തരെയും പറയുന്നത് കടയാടി അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു ഡയലോഗാണ്. പിന്നെ അതിലാ ഇങ്ങനെ കൊല്ലുന്ന ഒരു സീനുണ്ട്, അതും നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചോ? അല്ലെങ്കിൽ ഐ തിങ്ക് അതായിരുന്നു അതാണ് ലാസ്റ്റ് മൂവി അല്ലേ? അപ്പൊ ആ ലാസ്റ്റ് മൂവി അത് എങ്ങനെയാ കണ്ടത്? അത് അതിന്റെ ഒരു ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാം. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഡയലോഗ് എല്ലാം പറയുമായിരുന്നു, എല്ലാം കാണാതെ അറിയാമായിരുന്നു, എല്ലാം ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഖത്തറിലാണ്, ഞാനും സോമേട്ടനും കൂടെ ആ പടം കോട്ടയത്ത് പോയി കണ്ടത്. ഒടുവില്ലേ അത് കണ്ടു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മോൾ എടുക്കാൻ പോകുന്നത് ജമ്മു പോകുന്നത്. ജമ്മു പോയിച്ച് തിരിച്ചു വന്ന് നേരെ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, PVS-ൽ അഡ്മിറ്റ് ആകുമായിരുന്നു. പിന്നെ സോമേട്ടന് ബിന്ദു മാമിന് എന്താ മെമ്മറീസ് ഉണ്ടായിരുന്നു ആ ടൈമില് കണ്ട്? ഇല്ല, അന്നേരം ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ഡാഡി ഉള്ള സമയത്തായിരുന്നു എൻഗേജ്മെന്റ്. കല്യാണത്തിനൊന്നും ഡാഡി ഇല്ലായിരുന്നു. ഈ ഇപ്പൊ ഈ മീൻസ് ലൈക്ക് വിവാഹം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മീൻസ് ലൈക്ക് അറേഞ്ച്, ഇത് കംപ്ലീറ്റ്ലി അറേഞ്ച് മാരേജ് ആണ്? അമ്മേനോട് ചോദിക്കട്ടെ, അമ്മ സത്യം പറയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ്? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായിരുന്നു ഇപ്പം MG സോമൻ സർ ഇങ്ങനെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിലേക്കാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഒരു എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ എന്തായിരുന്നു നമുക്കൊരു ഒരു എന്താ പറയാ ഒരു നമുക്ക് ഒരു സ്റ്റാർഡം ഒക്കെ ഉള്ള ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ അങ്ങനെ എന്തായിരുന്നു പ്രതീക്ഷകൾ എന്ന് ഞാൻ ചോദിക്കില്ല, ഒരു ചിലപ്പോ ഒരു പേടിയായിരിക്കും. എന്തായിരുന്നു ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ഉള്ള? എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴല്ല, എന്നെ ഇതുപോലെ ഇവിടെ നിന്നൊരു പ്രപ്പോസൽ വന്ന സമയത്ത് ഡാഡിയുടെ മകനെ കുറിച്ച് എന്റെ മനസ്സിലുള്ള രൂപം ഇങ്ങനെയേ അല്ലായിരുന്നു. അങ്ങനെയല്ല, വേറൊരു സങ്കല്പമായിരുന്നു എന്റെ മനസ്സില്. പക്ഷെ എന്നെ കാണാൻ വന്നപ്പോ ഇത്രയും പാവം ഒരു മനുഷ്യൻ, ശരിക്കും അങ്ങനെ നമ്മൾ പച്ചവെള്ളമൊക്കെ കുടിച്ച പതുക്കെ ചവച്ച് പാവം അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ശരിക്കും അതില് ഞാൻ വീണു. ഇല്ല ഇല്ല, ഒന്നും സംസാരിച്ചില്ല, ഒന്നുമില്ല. നിങ്ങൾ അഭിനയിച്ചു നമ്മള് അങ്ങനെയാണല്ലോ, നമ്മൾ ചിൽ. ഓക്കെ, അതിലങ്ങ് വീണു. ഓക്കെ, അത് തങ്കാണത്. അടിപൊളി. അതെ, നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ ഇണക്കങ്ങൾ എങ്ങനെയാന്ന് ചോദിക്കട്ടെ? പിണക്കമില്ല, ഞങ്ങൾ ഫ്രണ്ട്സാ. അതെന്റെ ജീവിതത്തിൽ എനിക്ക് മക്കളെക്കാട്ടിൽ എനിക്ക് ഇഷ്ടം എന്റെ മരുമക്കളെയാ. ഉള്ള സത്യം പറയൂ, മക്കളിത് കാണുമേ, അവരുമായിട്ട് വഴക്കിടും. പക്ഷെ ബിന്ദുമായിട്ടൊന്നും അതിന്റെ ആവശ്യമില്ല, ഞാൻ വഴക്കിടുകയേ ഇല്ല. അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങള് എന്റെ കാര്യത്തിൽ അമ്മ ഇടപെടാറില്ല. അമ്മയുടെ കാര്യത്തിൽ ഞാൻ ആദ്യം വന്നു, ബിന്ദു പിന്നെ വന്നു, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ ജന്മത്തെ എന്റെ മോളായിരിക്കും. ആ രീതിയിലേ ഞാൻ കാണുന്നുള്ളൂ. ഒരു വഴക്കിനൊന്നും ഞാൻ ആരുമായിട്ട് വിരുത്തിക്കൊണ്ടല്ലേ പറയുന്നത്. ഒരു ഇന്ന് വരെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അല്ലേ? സമയമില്ല, ഞങ്ങൾക്ക് എനിക്ക് നിർബന്ധമാണ് ഒരു കാരണവശാലും മുഖം കറുത്തൊരു വാക്ക് പറയാനിടയാവരുതെന്ന് നിർബന്ധമുണ്ട്. ഈ അവിടുത്തെ ഒരു ലൈഫ് എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അമ്മ? കാരണം എയർഫോഴ്സ് എന്ന് എനിക്കൊന്ന് ഓരോ സ്ഥലത്തായിരിക്കും അവരുടെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്? അമ്പാല, ആദംപൂര്, അത് കഴിഞ്ഞ് സോമേട്ടൻ പോരുമായിരുന്നു. 9 വർഷം കഴിഞ്ഞപ്പോൾ സോമേട്ടൻ ഇറങ്ങിയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൊട്ടാരത്തിലെ ചേട്ടൻ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോയി. പിന്നെ രാമരാജ്യം നാടകം മത്സരമായിരുന്നു തോന്നുന്നു. അപ്പൊ ആ സമയത്താണ് മലയാറ്റൂർ രാമകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഭാര്യ വീണ ചേച്ചി, PC ചേട്ടനെ, വേണി ചേച്ചി, പിന്നെ PC സുകുമാരൻ നായർ, ഇവരെല്ലാം കൂടെ സോമേട്ടൻ്റെ അഭിനയം കണ്ടിട്ടാണ് സോമേട്ടനെ ഗായത്രി സിനിമയിലേക്ക് വിളിക്കുന്നത്.
അപ്പോൾ ഈ സിനിമ അത് ഇപ്പോൾ ഈ എയർഫോഴ്സ് ഇത്രയും നല്ലൊരു ജോലി അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അവരൊരു ഇത് പറയില്ല എന്തിനാണ് ഇത്രയും നല്ലൊരു ജോലി. അപ്പോൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്തത് അദ്ദേഹം? ജോലി കളയണ്ടെന്നുണ്ടായിരുന്നു എല്ലാവർക്കും, എനിക്കും ഉണ്ടായിരുന്നു ജോലി കളയണ്ട, പിന്നെ അമ്മച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൃഷിസ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ആവശ്യം പോലെ. സ്വാമിയുടെ അടവ് പറഞ്ഞത് ഞാൻ കൃഷി നോക്കാനായിട്ട് അച്ഛനെ സഹായിക്കാൻ വരുവാന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഈ അഭിനയം അല്ലെങ്കിൽ സിനിമ എന്നുള്ള മോഹം അദ്ദേഹത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് അവിടെ എയർപോർട്ട്സ് വെച്ച് അഭിനയിക്കുമായിരുന്നു. ഓണ സമയമൊക്കെ ആകുമ്പോൾ അവിടെ അഭിനയിക്കുമായിരുന്നു. നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിനയം ഇത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിനയം ഇഷ്ടമായിരുന്നു. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ ഏതൊക്കെയാണ്? ഞാൻ ഓരോരുത്തരോടും ചോദിക്കും കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സോമൻസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ സിനിമയിൽ സിനിമ ഇതാ ഇവിടെ വരെയാണ് ആദ്യത്തെ. പിന്നെ ഒരു വർഷം ഒരു മാസം എനിക്കിഷ്ടമുള്ള പടങ്ങളാണ്. ഒരുമിച്ച് പോയി കാണാറുണ്ടോ ഈ സിനിമകളൊക്കെ? ഒരുമിച്ച് കാണോ? അങ്ങനെ സമയം ഇല്ലല്ലോ, ഉള്ളപ്പോ കാണും. ഒടുവിൽ കണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല സിനിമയാണ്. ബിന്ദു മാമിന് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്? എനിക്ക് ഡാഡിയുടെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. ഇതാ ഇവിടെ വരെ, ഏഴാങ്കടലിനക്കരെ, കുറെ സിനിമയുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. എല്ലാ സിനിമയും ഇഷ്ടമാണ്. എനിക്ക് ബേസിക്കലി രക്തമില്ലാത്ത മനുഷ്യൻ, ഇതാ ഇവിടെ വരെ, ആ ടൈപ്പ് കുറച്ചൊരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടം. പിന്നെ ലേലം ഓഫ് കോഴ്സ്, ലേലത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നുന്നത് ഇത്രയും നല്ലൊരു ഒരു ഫെയർവെല് വേറൊരു ആക്ടർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ നടക്കുമെന്ന് തോന്നില്ല. അതുപോലായിരുന്നു ആ പോസ്റ്റർ പോലും അങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് ഇറക്കിയതൊക്കെ. പോസ്റ്റർ ഇറങ്ങിയ പോലും മനുഷ്യരനാക്കിയ സോമേട്ടൻ എന്നൊക്കെ പറഞ്ഞു വന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി ലേലത്തിലുണ്ട്. എങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ നെഗറ്റീവ് ക്യാരക്ടർ, ഈ രക്തമില്ലാത്ത മനുഷ്യർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതായത് ഹീറോ ആയിട്ട് ചെയ്തു, ഐ മീൻ സൈഡ് ചെറിയ റോൾസിൽ വന്നു, ഹീറോ ആയിട്ട് ചെയ്തു, പിന്നെ ഒരു വില്ലൻ സൈഡ് പിടിച്ചു, പിന്നെ കോമഡി. അപ്പൊ ഈ ചെയ്ത എലമെന്റ്സ് ഒക്കെ ഭയങ്കര രസം. എനിക്ക് അക്കരെ എനിക്ക് ഭയങ്കര രസം. അതെ, അബോയിങ് പോയി ഇതിലൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര രസം. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇത്രയും വില്ലൻ റോളൊക്കെ ചെയ്ത ഒരു ആക്ടറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ഇങ്ങനെ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു പടത്തെ കുറിച്ച് അങ്ങനത്തെ കോൺവെർസേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് പറയാറുണ്ട്. ഇന്ന പടത്തിന്റെ ഇന്ന അക്കരെ അക്കരെ അതിനകത്ത് കുനിച്ചു നിർത്തി ഇടിക്കുന്നുണ്ട്, അങ്ങനെയുള്ളതൊക്കെ അതൊന്ന് പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ തമാശയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇൻഡസ്ട്രിയിലെ അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആണ് കമലഹാസൻ സർ എന്ന് തോന്നുന്നു. അപ്പൊ ജനാർദ്ദൻ ചേട്ടൻ, പിന്നെ എനിക്ക് തോന്നുന്നു ജയൻ സാറുമായിട്ട് അവര് സിനിമയിൽ വരുന്നതിന് മുമ്പോട്ടേ ജയനുമായിട്ട് അടുപ്പമായിരുന്നു. അപ്പൊ ഇവരുമായിട്ടുള്ള ഒരു മെമ്മറീസ് എനിക്ക് സ്പെഷ്യലി കമലഹാസൻ സാറുമായിട്ട് എനിക്ക് തോന്നുന്നു എപ്പം വന്നാലും അവര് പിന്നെ ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത രണ്ട് ആക്ടേഴ്സ് ആണ്. ആ മെമ്മറീസ് ഒന്ന് പറയാമോ? കമലഹാസൻ തോന്നുന്നു സോമന്റെ മൂന്നാമത്തെ പടം മുതലുള്ള അടുപ്പം അവർ തമ്മിൽ, അത് ഡാൻസിന്റെ എന്തോ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് കമലഹാസൻ വന്നു. അവിടെ മുതലാണ് അവർ തമ്മിലുള്ള അടുപ്പം തുടങ്ങുന്നത്. അവസാനമൊക്കെ ആയപ്പോൾ കമലഹാസൻ എനിക്കൊരു പാരയായി. ഞാൻ സോമേട്ടനുമായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ കമലഹാസൻ ഷൂട്ടിങ്ങിന് വരുമ്പോൾ എന്നെ അവിടെ ഓടിച്ചു വിടും. ഞാൻ ഇനി പോരും. എന്നെ പിള്ളേരെയും കൂടെ പറഞ്ഞു വിട്ടിട്ട് അവർ ഒരുമിച്ച് ആ മുറിയിൽ താമസിക്കും. അവരുടെ ലോ അങ്ങനെ അന്നേരമൊക്കെ എനിക്ക് കമലഹാസൻ ദേഷ്യം തോന്നുമായിരുന്നു. അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ ഇപ്പോഴും നമ്മളെ കുറിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ വിളിക്കുകയും കോൾ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഇത്രയും നമുക്കൊരു സപ്പോർട്ട് ഉള്ളപ്പോ പിന്നെ ചേട്ടൻ എന്തുകൊണ്ട് ലൈക്ക് ഒരു കോളിൽ ചേട്ടന് പല മൂവീസിന്റെയും ഭാഗമാകായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചിട്ടാണോ? അങ്ങനല്ലേ. ഇപ്പം കമലങ്ങളൊക്കെ ഇപ്പൊ വിളിച്ചാലും ഫോണിൽ സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പലപ്പോഴും പല സിനിമയുടെ ചെയ്യാറുണ്ട്. അത് ഡയറക്റ്റ് ഫ്രണ്ട് എന്നുള്ളത് അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതല്ല നമ്മളൊരു യൂട്ടിലൈസ് ചെയ്യല്ല, നമ്മളൊരു ആക്ടർ ഇവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ പലരും നമ്മളെ എല്ലാ പടത്തിന്റെ പ്രോജക്റ്റ് അറിയാൻ പുള്ളിക്ക് വാട്സ്ആപ്പ് ചെയ്യാറുണ്ട്, പുള്ളി തിരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ വിളിച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഓൾമോസ്റ്റ് സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ വിളിച്ചിട്ട് ക്ലൈന്റിനെ പോലെ ഞാൻ പടം ചെയ്യണം എനിക്ക് ചാൻസ് അങ്ങനെ അങ്ങനെ വേണ്ട. നമ്മളിവിടെയും ചോദിക്കാൻ പറ്റുന്നവരുണ്ട്, ഞാൻ പക്ഷെ ആരോടും ചോദിക്കാറില്ല. ഓക്കെ, നമ്മളെ തേടി വരുന്ന റോളുകൾ നമ്മൾ ഭയങ്കര അഭിനയിച്ചാലേ ഉറക്കം വരും എന്നുള്ള പോകുന്നില്ല. ഒന്നുമില്ല, നമ്മൾ വളരെ ചില്ലാണല്ലേ. നമ്മളിവിടെ കൗണ്ടറിലിരിക്കുന്നവരാണ് നമുക്ക് ഫ്രണ്ട്സ് വരും. അടിപൊളി അടിപൊളി, നൈസ്. അപ്പൊ ചേട്ടാ മക്കളെ കുറിച്ച് പറയും. മക്കൾ എവിടെയാണ്? അവരുടെ മോൻ ഇപ്പൊ കാനഡയിൽ എംടെക് ചെയ്യുന്നു. മോളിപ്പോ ഒരു IT കമ്പനിയുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലേസ്മെന്റ് ആയിട്ടില്ല.
ഷീസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. SH-ലായിരുന്നു എറണാകുളത്ത്, BSc ഫിസിക്സ് ആയിരുന്നു. കഴിഞ്ഞിപ്പം പുള്ളിക്കാരി സ്ട്രീം ചേഞ്ചിങ്ങിലാണ്, ഇപ്പോൾ ഇങ്ങോട്ട് IT-ലോട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇവരാരെങ്കിലും അഭിനയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അഭിനയിക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ മോനോ മോളോ? 2 പേർക്കും ഉണ്ട്. മോനൊരു പടം ചെയ്തിരുന്നു, മധുമുട്ടൻ സാറിൻ്റെ ഭരതൻ എഫക്റ്റ്. ഓക്കെ. അതിനകത്ത് ബിജുമേൻ്റെ ചെറുപ്പമായിട്ട് അവനെ ചെയ്ത്. പുള്ളിക്ക് പിന്നെ വലിയ താല്പര്യം, ഇപ്പം പറയുന്നുണ്ട് ചെയ്യണമെന്ന്. മോൾക്ക് ഭയങ്കര ക്രൈസാണ്. ഞാൻ പറഞ്ഞു പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് ചെയ്യാം. നമ്മളിങ്ങനെ ആക്ട് ചെയ്യണോ അതോ ഡയറക്ഷൻ പഠിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ ഇപ്രാവശ്യം വരുമ്പോൾ എനിക്ക് പടം ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞാണ് പുള്ളി ഇപ്പോൾ ഓണത്തിന് ലാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു പടം എന്താണ് ആക്ട് ചെയ്യണം എന്നാണോ പറയുന്നത്? അതിനെനിക്ക് അച്ഛൻ്റെ സഹായം വേണം, 2 കോളേജ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അതോ സ്വന്തമായിട്ട് പുള്ളി? ഇല്ലില്ല, പുള്ളി അല്ല, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ പറഞ്ഞ പടത്തിന്റെ ഭരതൻ എഫക്റ്റിന്റെ ക്യാമറ രാമേന്ദ്രബാബു സാറായിരുന്നു. ഓക്കെ. ഗായത്രിയുടെയും ക്യാമറ പുള്ളി തന്നെയായിരുന്നു. ഓക്കെ. അപ്പൊ അന്ന് പുള്ളി എന്നോട് പറഞ്ഞടാ ഇതിഞ്ഞ് വന്ന് ഇത് കണ്ടോ, ഇത് അഭിനയം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. ശരി, നന്നായിട്ട് ചെയ്യും. ഇപ്രാവശ്യം വരട്ടെ, വന്നിട്ട് നോക്കാമല്ലോ. ഓക്കെ. അമ്മ ഈ എപ്പോഴെങ്കിലും സോമൻ സാറേ നമ്മുടെ ഈ മലയാള സിനിമയിൽ അതിൻ്റെ ഒരു സ്ട്രഗിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കാരണം പല പടങ്ങളിലും ആ ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രോജക്റ്റുകളിൽ നിന്നും പൈസ കിട്ടാറില്ല, പല സെറ്റുകളും എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കണക്ഷൻസും ഇല്ലല്ലോ ഇന്നത്തെ പോലെ. ഫോൺ ചെയ്യാനും ഇതൊന്നും പറ്റില്ല. ഒരു പോക്ക് പോയാൽ 10-30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിവരം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. പൈസ അന്നും കിട്ടത്തൊന്നുമില്ല. അന്നെല്ലാം ചെക്ക് വെറുതെ കള്ളച്ചെക്ക് കിട്ടത്തേ ഉള്ളൂ. അത് കുറേ ഉണ്ടായിരുന്നു സോമന്റെ. പൈസ അഡ്വാൻസ് കിട്ടുന്ന പൈസയേ ഉള്ളൂ. പിന്നെ കിട്ടുന്നതൊക്കെ വെറും കള്ളച്ചക്കായിരിക്കും. അതങ്ങ് അവിടെ വെച്ചേക്കും. പിന്നെ സോമൻ ചോദിക്കാനും പോവുകയില്ല. ചോദിച്ചാൽ പിന്നെ അടുത്ത പടത്തിൽ വിളിക്കത്തില്ല. അന്നൊക്കെ അങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ. അപ്പൊ പിന്നെ അതൊന്നും അല്ലല്ലോ. ഇപ്പൊ കാശ് റെഡി കാശ് അല്ലേ. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ട് നിന്നായിരുന്നു ലാൽ സാറും മുണ്ടിക്ക. കാരണം ഇവരുടെ ഓരോ ടൈം സ്കെയിൽ പറയുമല്ലോ. അപ്പൊ യങ്സ്റ്റേഴ്സ്, അപ്പൊ അവരെ കുറിച്ചും അവരുടെ അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലാലുമായിട്ട് വലിയ അടുപ്പമായിരുന്നു സോമന്. പിന്നെ മമ്മൂട്ടിയുമായിട്ടും അടുപ്പമല്ലെന്നല്ല, അടുപ്പമായിരുന്നു. ലാൽ കുറച്ചുകൂടെ അടുക്കുമായിരുന്നു സോമനുമായിട്ട്. ഇവിടെ വരികയും പോവുകയും സോമന്റെ കൂടെ കമ്പനി യാത്ര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി പിന്നെ അത്രയില്ല, പുള്ളിയുടേതായിട്ടുള്ള ഒരു. ഓക്കെ. ഈ എൻഗേജ്മെന്റിന് സെലിബ്രിറ്റീസ് ആരെങ്കിലും ഒക്കെ പ്രസന്റ് ആയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ചേച്ചി? കല്യാണത്തിന് സർപ്രൈസ് ആയിട്ട് വന്ന സുകുമാരന് ഇല്ല, അത് സിന്ധുവിന്റെ കല്യാണത്തിന്. ഓക്കെ.